നമസ്കാരം. ഇന്ത്യയുമായി നടത്തിയ വ്യാപാര ചർച്ചകളിൽ പുരോഗതിയുണ്ടായതോടെ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ തുടരുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ നേരിടാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നിശബ്ദ യുദ്ധത്തിന്റെ മറ്റൊരു വിജയമായിട്ടാണ് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. വരുന്ന ആഴ്ചകളിൽ സംഘാംഗങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും വെർച്വലായും നേരിട്ടുമുള്ള കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നും വക്താവ് ഒലോഫ് ഗിൽ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ബ്രസൽസിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായും ഗിൽ പറഞ്ഞു. സാധാരണയായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കാർഷിക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ പ്രതിബന്ധം സൃഷ്ടിക്കാനുള്ള പോർട്ടോ സാനിറ്ററി നിയമങ്ങളുടെ കാര്യത്തിൽ ധാരണയിലെത്തിയതായി ഗിൽ അറിയിച്ചു. ഈ വർഷം അവസാനത്തോടെ കരാർ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ട്രേഡ് കമ്മീഷണർ മാരോസ് സെഫ്കോവിക്കും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. വ്യാവസായിക കാർഷിക മേഖലകളിലെ വിപണിയിൽ ചരക്കുകൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതികൂലവുമായ എല്ലാ കാര്യങ്ങളും ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു എന്നാണ് ഗിൽ പറയുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 50% അധിക താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾക്ക് മുതിരുന്നത് എന്നത് ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നാവുമെന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. 27 അംഗ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്ക് മേലും അമേരിക്ക 15% തീരുവ ചുമത്തി എന്നതും യൂറോപ്യൻ യൂണിയന് പുതിയ പങ്കാളികളെ കണ്ടെത്താൻ പ്രേരകമായിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ വ്യാപാര സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറ്റൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബറ്റ് ഇന്ത്യയിൽ $15 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം. ആന്ധ്രാപ്രദേശിലായിരിക്കും 12 രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഗൂഗിളിന്റെ AI സെന്ററുകളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായ ഈ കേന്ദ്രം വിശാഖപട്ടണത്തായിരിക്കും വരിക. അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിൽ തന്നെ തങ്ങൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ AI ഹബ്ബ് ഇതായിരിക്കുമെന്ന് ഗൂഗിൾ ക്ലൗഡ് CEO തോമസ് കുര്യൻ പറയുന്നു. ഇന്നലെ ഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അടുത്ത 5 വർഷങ്ങളിലായിട്ടായിരിക്കും നിക്ഷേപം നടത്തുക. അമേരിക്കൻ കമ്പനികളോട് സ്വന്തം രാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന് മുൻഗണന നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഗൂഗിളിന്റെ ഇത്തരമൊരു നീക്കം. കുറഞ്ഞ ചെലവും അതിവേഗം വർദ്ധിച്ചു വരുന്ന ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണവും ഇന്ത്യയെ അതിവേഗം ഒരു മികച്ച AI ഡാറ്റാ സെന്ററിന് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ്. സാങ്കേതികവിദ്യാ രംഗത്തെ പല ഭീമന്മാരും ഇപ്പോൾ അവരുടെ ക്ലൗഡ് AI രംഗത്തെ വിപുലീകരണത്തിന് അനുയോജ്യമായ പങ്കാളിയായി കാണുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കും ഉപയോക്താക്കളും തങ്ങളുടെ മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുമെന്നും അതുപോലെ AI രംഗത്തെ ഇന്നോവേഷനുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ആൽഫബറ്റ് CEO സുന്ദർ പിച്ചെ പറഞ്ഞു. ഇത് രാജ്യത്തിന്റെ പുരോഗതിയെ കാര്യമായി സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.